Hi everyone, welcome back to News Taste Buds. ഇന്ന് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1.5 കിലോ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ സ്ക്വയർ ഷേപ്പ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 1 kg വൈറ്റ് ട്രഫിൾ കേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 1.5 kgയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇതിനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദമാവും കൂടെ ശരിക്കും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അരിക്കുന്നതിനേക്കാളും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ടുള്ളത്. ആ തണുപ്പൊന്ന് മാറാൻ വേണ്ടി ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. പിന്നെ 4 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ബൗളുകളൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ തുടച്ചെടുത്തതിന് ശേഷം വേണം ബൗളൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 4 മുട്ട എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടാവും ഇതിൽ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദമാവിന് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് പിന്നെ ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയാണെങ്കിലും കുറേശ്ശെ ആഡ് ചെയ്ത് 1.5 കപ്പും നന്നായിട്ട് ഇതിലേക്കിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചുല കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നേരത്തെ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിക്കരുത്. ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ തണുപ്പൊന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ പാലിവിടെ 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഈ ബാറ്ററിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം പ്രയോഗിച്ച് മിക്സ് ചെയ്യരുത്. സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് തിക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിന് ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് ഇത് ഞാൻ സ്ക്വയർ ഷേപ്പുള്ള കേക്ക് ടിന്നിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പോട്ടിലേക്ക് കടായിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കടായിൽ വേണം ഇത് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കേക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ആ സമയത്തിനുള്ളിൽ വേറൊരു ബൗളിലേക്ക് നമുക്കൊന്ന് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ബൗളിന് മുകളിലേക്ക് വേറൊരു ബൗൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ സാധാരണ പാല് ചേർത്താലും മതി.
ഈ ചോക്ലേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ കേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇത് ചൂടാറി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ റിച്ച് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ പഞ്ചസാര പൊടിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് സ്റ്റിഫായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതേപോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചോക്ലേറ്റ് സ്പോഞ്ച് തയ്യാറായതിന് ശേഷം മതി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് എടുത്തതിന് ശേഷം 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചൂടാറിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ബോർഡ് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഓരോ കേക്ക് സ്ലൈസ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള, ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇതിനൊന്നും ചൂടുണ്ടാവാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ നമുക്ക് എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും ചൂടോടുകൂടി തന്നെ സ്പോഞ്ചിലേക്ക് വിപ്പിംഗ് ക്രീം ചെയ്യരുത്. ഞാനിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് സ്പോഞ്ച് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നുകൂടെ ലെങ്തി ആയിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ബോറിംഗ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കൂടുതൽ വീഡിയോ ലെങ്തി ആക്കാതിരുന്നത്. അപ്പോൾ ഇതിനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം അതും ഇതിന് മുകളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മെൽറ്റഡ് ചോക്ലേറ്റ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതോടെ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിനൊന്നും ഇത്ര അളവ് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത കേക്ക് സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത് സെക്കൻഡ് ലെയറും സെറ്റാക്കി എടുക്കാം. കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ലെയറും സെറ്റാക്കിയതിന് ശേഷം ഫുള്ളായിട്ട് കേക്കൊന്ന് ക്രം കോട്ട് ചെയ്യാം. പിന്നെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്തിന് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക്
നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ എടുത്തത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് തികയാതെ പോലെ തോന്നിയത് കാരണം ഞാൻ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മെൽറ്റഡ് ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് സ്റ്റിഫാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. വാനില എസൻസും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ക്രീമിന്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിക്കുമ്പോഴും ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായി കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ആ ബൗളിലേക്ക് തന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ബൗളിലേക്ക് തന്നെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അതിൻ്റെ നേർപകുതി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നമ്മളെ ഗനാഷയ്ക്ക് നല്ല ഒരു ഗ്ലേസ് കിട്ടുള്ളൂ, നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ബട്ടറും കൂടെ അൺസോൾട്ടഡ് ബട്ടർ വേണം ചേർക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗനാഷ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതും ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ടിത് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ഇത് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നേരത്തെ തന്നെ കാണിക്കുന്നത്. നമ്മൾ കേക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പേ തന്നെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഗനാഷ് ചൂടാറി കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കേക്ക് നേരത്തെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും ഐസിങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണിത്. അപ്പോൾ ഇത് അധികം ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് ഈ ക്രീം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഒരു 1/2 മണിക്കൂർ ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് വേണം ഇതിന് മുകളിലേക്ക് ഗനാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് തണുത്തതിന് ശേഷം വേണം, ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം ഗനാഷ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഈ മുകൾ ഭാഗത്ത് മാത്രം ആവുന്ന വിധത്തിലാണ് ഗനാഷ് ഒഴിക്കുന്നത്. ഫുള്ള് ഗനാഷ് കൊണ്ട് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ആ മുകൾ ഭാഗത്ത് മാത്രം ഗനാഷ് സ്പ്രെഡ് ആവുന്ന വിധത്തിൽ ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് പയ്യെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഇതിൽ പാലറ്റ് നൈഫ് വെക്കരുത്. പയ്യെ ഒന്ന് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ആവുന്ന വിധത്തിൽ മാത്രം പാലറ്റ് നൈഫ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗനാഷ് ചെയ്തതിന് ശേഷം ഇത് 1/2 മണിക്കൂർ വരെ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു സ്റ്റാർ നോസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം.
പിന്നെ ഇതേപോലത്തെ ഡിസൈനാണ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാര്യം മുകളിൽ ഫുള്ള് ഗനാഷയും സൈഡ്സൊക്കെ ഇതേപോലെ റോസറ്റും ആണ് ചെയ്യുന്നത്. ഇതെല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഗനാഷ ഒഴിച്ചപ്പോൾ തന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേക്കിൻ്റെ കളറ് വേറെ കളറായിട്ട് തോന്നിയത്. ഇതാണ് ശരിക്കും കേക്കിൻ്റെ കളറ്. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ള കളറാണിത്. നേരത്തെ ഒരു യെല്ലോയിഷ് കളറായിരുന്നു. അത് ആ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഐസിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ 4 സൈഡിലും ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു 2-3 റോസസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം റോസസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു 3-4 റോസസ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിലേക്കാണ് ഒരു 4 റോസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള റോസസും കൂടെ നമുക്ക് തയ്യാറാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ റോസസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മറക്കാതെ അതുകൂടെ കാണുക. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഞാനിവിടെ 4 റോസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പേരും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഓർഡർ കേക്കാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ കേക്കാണിത്. അപ്പോൾ ഞാനിത് ചോക്ലേറ്റിൽ ആൽഫബറ്റ് മോൾഡിൽ ചോക്ലേറ്റ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ലെറ്റേഴ്സ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു സ്പെല്ലിങ്ങും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ട്രഫിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇത് ഐസിങ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കട്ട് ചെയ്യുന്നവരെ ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് നന്നായിരിക്കും കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. Thanks for watching my channel.